എറണാകുളം കേന്ദ്രീകരിച്ച് വലിയ ഒരു ഭൂമാഫിയ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തുടർ നടപടികൾ സ്വീകരിക്കാൻ വിജിലൻസ് ഫയൽ പിടിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞ ആൾ 4/9/2024 കൊടുത്ത പരാതിയിൽ അയാളെ പറഞ്ഞു കേട്ടില്ലേ, ഇത്രയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥ വേറെയില്ല, നാടിൻ്റെ അഭിമാനമാണ്, സത്യം പറഞ്ഞാൽ അഭിമാനമല്ല അപമാനമാണ്, കാട്ടുകള്ളന്മാരെയൊക്കെയാണ് സർക്കാർ സേവനത്തിൽ ഇവിടെ ഇരുത്തുന്നത്. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. 27/2/2026 വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എനിക്കൊരു കത്ത് കിട്ടി. വിവരാവകാശ നിയമപ്രകാരം ഞാൻ അപേക്ഷിച്ച ഒരു പരാതിയിലാണ് എനിക്ക് തന്നേക്കണം മറുപടി. അതിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ അഡ്രസ്സുണ്ട്. അപ്പം അതിനകത്തുനിന്ന് എനിക്ക് തന്ന ഒരു കത്ത് വളരെ വിചിത്രമാണ്. താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു മുഖേന ലഭ്യമായ അപേക്ഷയിൽ പരാമർശിക്കുന്ന കത്ത് മുഖേന സർക്കാരിൻ്റെ വിജിലൻസ് വകുപ്പിൽ ലഭ്യമായ പരാതി അനുസരിച്ച് 4/9/2023 കത്ത് പ്രകാരം തുടർ നടപടി സ്വീകരിക്കുന്നതിനായി സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിന് നൽകിയിട്ടുള്ള വിവരം അറിയിക്കുന്നു. പ്രസ്തുത കത്തിൻ്റെ പകർപ്പ് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു. ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ റവന്യൂ വകുപ്പിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖേന തേടാവുന്നതും അറിയിക്കുന്നു. ഈ മറുപടിയിൽ താങ്കൾക്ക് ആക്ഷേപമുള്ള പക്ഷം 30 ദിവസത്തിനകം ചുവടെ ചേർക്കുന്ന വിലാസത്തിൽ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ വകുപ്പ്, വിജിലൻസ് വകുപ്പ്, എറണാകുളം ഭൂരേഖ തഹസിൽദാർക്കെതിരെ ശ്രീ ബോസ്കോ ലൂയിസ് സമർപ്പിച്ച പരാതി സംബന്ധിച്ച് 13/8/2024 വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടറുടെ നമ്പർ കത്ത് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. എറണാകുളം ഭൂരേഖ തഹസിൽദാർക്കെതിരെ ബോസ്കോ ലൂയിസ് സമർപ്പിച്ച പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി സൂചനയിലെ കത്തും അനുബന്ധങ്ങളും ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വന്നേക്കണത് 4/9/2024 തീയതി തിരുവനന്തപുരത്ത് നിന്നും നടപടിക്ക് പിടിച്ചിട്ട് കൊടുത്തേക്കണതാണ്. കേൾക്കാത്തവരൊന്നും കൂടി കേട്ടോ. 1 more റിപ്പീറ്റ്. സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. എറണാകുളം ഭൂരേഖ തഹസിൽദാർക്കെതിരെ ശ്രീ ബോസ്കോ ലൂയിസ് സമർപ്പിച്ച പരാതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി സൂചനയിലെ കത്തും അനുബന്ധങ്ങളും ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു. തുടർ നടപടികൾക്കാണ്. ഇദ്ദേഹം കളക്ടറുടെ ഉത്തരവും 2016 പരാതിയും തോട് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല എന്നുള്ള പരാതിയും ഒക്കെ നിൽക്കുമ്പോൾ ഞാനിത് ചോദിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് തോട് കോരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും പിന്നീട് അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവുകയും എറണാകുളം അന്നിരുന്നേച്ച തഹസിൽദാർ ഉൾപ്പെടെ വന്ന് വിഷയത്തിൽ സൗമ്യമായി സംസാരിച്ച് തീർക്കുകയൊക്കെ ചെയ്തതാണ്. അതിനെ തുടർന്നിട്ട് തഹസിൽദാറുടെ സാമ്പത്തിക സോഴ്സ് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പരാതി ഉണ്ടായത്. എന്തായാലും ആ തോട് ഇപ്പോഴും അളന്നിട്ടുമില്ല, കുറ്റിയിട്ടിട്ടുമില്ല. ഇല്ലാത്ത കോടതി ഉത്തരവിൻ്റെ പേരിൽ അദ്ദേഹം തല ഒഴിഞ്ഞ് എനിക്ക് കളവായ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അടുത്ത ചുമതല പിടിച്ചു. ഇപ്പോൾ അദ്ദേഹം വിശുദ്ധനാണ്. ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ എറണാകുളത്തിൻ്റെ ഫെബ്രുവരി 2026 ഫെബ്രുവരി 21 ഒരു പോസ്റ്റാണിത്. സംസ്ഥാനത്തെ മികച്ച തഹസിൽദാറായി എറണാകുളം കണയന്നൂർ പ്രിൻസിപ്പൽ തഹസിൽദാർ ഡി വിനോദ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി 24 റവന്യൂ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായാണ് അംഗീകാരം. 1.25 വർഷമായി കണയന്നൂർ താലൂക്ക് ഓഫീസിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ് ഡി വിനോദ്. സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതിലെ കൃത്യത, നികുതികൾ പിരിച്ചെടുക്കൽ, മിച്ചഭൂമി ഏറ്റെടുക്കൽ, അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ മികവ് എന്നിവയെല്ലാം പരിഗണിച്ചാണ് പുരസ്കാരം. റവന്യൂ ദിനത്തിൽ വില്ലേജ് ഓഫീസർ മുതൽ ജില്ലാ കളക്ടർ വരെയുള്ള ഉദ്യോഗസ്ഥരിൽ ജനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമവും സുസ്ഥിരവുമായ സേവനം നൽകിയ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും സർവേ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും
പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. ഫെബ്രുവരി 24 വൈകിട്ട് 4:30 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി, ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രി GR അനിൽ എന്നിവർ പങ്കെടുക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ദേ പോസ്റ്റ് കണ്ടല്ലോ. ഇനി ഞാനിത് പറഞ്ഞത് കളവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എറണാകുളം കോർപ്പറേഷനും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയും ഒടുങ്ങിയ എറണാകുളം ജില്ലയിലെ അല്ലെങ്കിൽ തൃക്കാക്കര നഗരസഭയിലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റം. ഇതൊക്കെ നേരത്തെ ഇരുന്ന ഉദ്യോഗസ്ഥർ നടപടി പിടിച്ച് ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് കൊടുത്തിട്ടും കളക്ടർ അടക്കം യാതൊരു നടപടികളും സ്വീകരിക്കാത്തതിനെ തുടർന്ന് കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴും മാറ്റർ പെൻഡിങ് ആണ്. എന്തായാലും ഞാൻ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ ചെറുതൊന്നുമല്ല. ജില്ലാ ജഡ്ജിയിൽ കുറയാത്ത ഒരു ജഡ്ജിയെ നിയോഗിച്ച് ഭൂമി തിരിച്ചു പിടിക്കണം. ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർക്ക് ഭൂമി തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പിടിക്കേണ്ടത് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ മജിസ്ട്രേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും എറണാകുളം കേന്ദ്രീകരിച്ച് വലിയ ഒരു ഭൂമാഫിയ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഭൂമാഫിയ ചെറുത് ഒന്നുമല്ല, വലുതാണ്. അപ്പോൾ വിജിലൻസ് നടപടിയെടുക്കാൻ പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഏറ്റവും നല്ല വിശുദ്ധനായ മാർപ്പാപ്പ എന്നൊക്കെ പറയുന്ന പോലെ ഇനി മാർപ്പാപ്പ പട്ടം കൂടി കൊടുക്കാനേ ഉള്ളൂ, ബാക്കിയെല്ലാമായി. ഇതേപോലെയുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും ഇരുത്തുന്നു, ഫയൽ പിടിക്കുന്നു, ഫയൽ പിടിച്ച് അതിനകത്ത് കൃത്രിമം കാണിക്കുന്നു, ഫയലുമ തുടർ നടപടികൾ സ്വീകരിക്കാതെ ഇതേപോലെ പൂഴ്ത്തുന്നു. അപ്പോൾ പരാതി കൊണ്ടുപോയി കൊടുക്കും. പരാതി കൊടുക്കുമ്പോൾ അയാൾ വിശുദ്ധനായ പുണ്യാളനാണ്. തുടർ നടപടികൾ സ്വീകരിക്കാൻ വിജിലൻസ് ഫയൽ പിടിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞ ആൾ 4/9/2024 കൊടുത്ത പരാതിയിൽ അയാളെ പറഞ്ഞു കേട്ടില്ലേ, ഇത്രയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ വേറെ ഇല്ല, നാടിൻ്റെ അഭിമാനമാണ്, സത്യം പറഞ്ഞാൽ അഭിമാനമല്ല അപമാനമാണ്, കാട്ടുകള്ളന്മാരെയൊക്കെയാണ് സർക്കാർ സേവനത്തിൽ ഇവിടെ ഇരുത്തുന്നത്. അതായത് എറണാകുളം ജില്ല ഭരിക്കുന്ന മന്ത്രിക്കൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. മന്ത്രിയുടെ വ്യവസായ വകുപ്പും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആയിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ ഇതേപോലെയുള്ള ആദരങ്ങൾ ഇനിയും കൊടുക്കണം, എങ്കിലേ ജനാധിപത്യം എന്ന് പറയുന്ന ആ സാധനം നിലനിൽക്കും. അല്ലെങ്കിൽ ഇതേപോലെയുള്ള കള്ളന്മാരൊക്കെ കൂടി എന്തു ചെയ്യും? കളക്ടർക്ക് വിജിലൻസ് കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ കളക്ടർ ആ ആഴ്ച എറണാകുളം ജില്ല വിട്ട് തിരുവനന്തപുരം ജില്ലയിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല പിടിച്ചു പോയി. കളമശ്ശേരി നഗരസഭ അർദ്ധ ഔദ്യോഗിക കത്ത് കൊടുത്ത കളമശ്ശേരി നഗരസഭാ സെക്രട്ടറി വേറൊരു ജില്ലയിലേക്ക് പോയി. ഭൂരേഖ തഹസിൽദാർ ആ സ്ഥാനമൊഴിഞ്ഞ് പ്രമോഷനോടുകൂടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ എല്ലാവരെയും സ്ഥലം മാറ്റി സർക്കാർ അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ട് എന്ന് പരസ്യമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് നില ഉറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും കാലം ഒരിക്കലും കണക്ക് തീർക്കാതെ പോയിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ ഉണ്ടായിരിക്കും. എന്തായാലും പെൻഷൻ പറ്റുന്നതിൻ്റെ തലേ ദിവസമെങ്കിലും ഉദ്യോഗസ്ഥനെ വിജിലൻസ് പൊക്കിയില്ലെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.